ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഒരു മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശൻ്റെ റെസിപ്പിയും പിന്നെ ഒരു തക്കാളി ചട്നീൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ചായക്ക് ഉണ്ടാക്കുന്നത് ചെറുപയർ ദോശയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ചെറുപയറും അതിലേക്ക് കുറച്ച് അരിയും ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതിലേക്ക് 2 പച്ചമുളകും ഒരു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മിക്സിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ അത് അപ്പം തന്നെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ച് വെക്കുകയാണെങ്കിൽ അതെപ്പോഴും വൃത്തിയിലുണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് അപ്പം തന്നെ ചുട്ടെടുക്കാം. ഞാനേതായാലും ചട്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദോശ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഇതാ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ തക്കാളി 2 ഭാഗമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു തക്കാളി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലേക്കൊരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതാ ഈ തക്കാളീൻ്റെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം ഉടച്ചെടുക്കണില്ല. ഇതിലേക്ക് ആ ഒരു വെളുത്തുള്ളിയും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മല്ലിയിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ദോശ ഒന്ന് ചുട്ടെടുക്കണം. ഇത് നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ നെയ്യൊക്കെ ആക്കിയിട്ട്, ആ ഒരു രീതിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇത് ചെറുപയറായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. മക്കളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതാ നമ്മളെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇക്ക ഓഫീസിൽ പോയി. മക്കൾ സ്കൂളില്ലാത്തതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഇതാ മോൻ ഉണർന്നിട്ടുണ്ടായിനി. പിന്നെ ഓനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഓന് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പ്രേ അടിക്കലും മുടി ചീകലും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താലാണ് ആൾക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ഏതായാലും ആളെ സുന്ദര കുട്ടപ്പനാക്കിയതിൻ്റെ ശേഷം ചായക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ചിട്ട് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. പിന്നെ പുതിയ വർഷം ആയതുകൊണ്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു വർഷം ഞാൻ ഇങ്ങനെ ആവണം, ഞാൻ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനി വീഡിയോ ഒക്കെ മടിച്ച് നിൽക്കാതെ ഇടണം എന്നുള്ളതൊക്കെ. പക്ഷെ എത്രത്തോളം ആവുമെന്ന് അറിയില്ല. എന്തായാലും എല്ലാവർക്കും ഈ ഒരു കൊല്ലം നല്ലതാവട്ടെ. പിന്നെ എല്ലാവരും വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മളെ തുടയ്ക്കലും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് കുറച്ച് പൊടി ഉള്ളത് കണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മണി പ്ലാന്റ് കഴുകിയിട്ട് വെള്ളമൊക്കെ ആക്കിയിട്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇതാ മോൻക്ക് അവക്കാഡോ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓയിലൊക്കെ ഇട്ട് വെക്കണ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഓയിലൊക്കെ ആയിട്ട് നമുക്ക് തൊടാനേ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇതിലേക്ക് ഇതാ കുറച്ച് അരിയും വിനെഗറും ബേക്കിംഗ് സോഡയും അതുപോലെ നമ്മൾ പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ, ഏത് ലിക്വിഡായാലും മതി. ഞാനിവിടെ ഫേരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു ബോട്ടിൽ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മെഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും.
ഇനി പുറമുള്ള മെഴുക്ക് പോകാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. ഓയിൽ തീരുന്നതിനനുസരിച്ച് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബോട്ടിൽ അത്ര വൃത്തികേടാവില്ല. ഇനി ഇത് വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് വെക്കുക. സ്പ്രേ വെക്കുന്ന സ്റ്റാൻഡൊക്കെ നന്നായിട്ട് കേട് വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് സ്പ്രേ ബോട്ടിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്ന് ഉച്ചക്ക് ചിക്കൻ പിടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസം മുന്നേ മക്കളെ സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ടായിനി. അപ്പോൾ അതിന് സൈമോളെ ഡാൻസൊക്കെ ഉണ്ടായിനി കേട്ടോ. അപ്പം ഞാൻ ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിനി, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. പിന്നെ ചെറിയ മക്കളെ ഡാൻസും പാട്ടൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണല്ലോ. കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡാൻസിൻ്റെ ഒക്കെ പാട്ടിടാത്തത്. അതുപോലെ എല്ലാ ഡാൻസും ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല. ഓരോ ഡാൻസും ഒന്നിനൊന്നും മെച്ചേനി കേട്ടോ. ഈ ഡാൻസിനാണ് കേട്ടോ സൈമോൾ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരേ ഡ്രസ്സും പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും ഒരുപോലെ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.